Welcome to Shahi Effect. Thank you. എല്ലാവർക്കും നമസ്കാരം. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിലേക്ക് ഹാർദമായ സ്വാഗതം. Good evening to all members of this esteemed audience, and on behalf of the Kerala State Chalachitra Academy and the Government of Kerala, we warmly welcome you all to the grand closing ceremony of the 29th International Film Festival of Kerala. This has been a week that celebrated the mass diversity of culture, art of storytelling. And now we are at the onset of the closing ceremony, the award distribution ceremony, which celebrates the excellence in films within IFFK's competition category. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി അതിമനോഹരവും ഹൃദയസ്പർശിയുമായ ദൃശ്യവിരുദ്ധ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 29ാം പതിപ്പിന് ഇന്ന് ഇവിടെ തിരശ്ശീലയാണ്. മത്സര വിഭാഗത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. ഔപചാരികമായ ചടങ്ങ് ആരംഭിക്കാൻ നമ്മൾ തയ്യാറാണ്. ആദ്യമായി വ്യക്തികളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വേദിയിൽ സന്നിഹിതനാണ്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാഘവൻ അവരുണ്ട്. ഫെസ്റ്റിവൽ ഡയറക്ടറും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ ശ്രീ പ്രേംകുമാർ, Spirit of Cinema Award winner Ms. Payal Kapadia. We welcome you on stage now. A filmmaker who is the pride of our country and the Spirit of Cinema Award winner Ms. Payal Kapadia. The chairperson of the jury at IFFK, 29th IFFK Fest, Ms. Godard. A warm welcome to the stage now. Also welcoming on stage, celebrated and famed filmmaker Mr. Serge Abinakyon. The curator of IFFK 2024, Ms. Golda Selam. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി സുരേഷ് കുമാർ അവർ വേദിയിലുണ്ട്. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ SIF, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ മധുപാൽ, KCBCയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ VS പ്രിയദർശൻ, ഫെസ്റ്റിവൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അക്കാദമി സെക്രട്ടറിയുമായ ശ്രീ C. അജോയ്, അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗം ശ്രീ സോഹൻ സീനു റാവ്. ഔപചാരികമായ ചടങ്ങ് ആരംഭിക്കാൻ നമ്മൾ തയ്യാറാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടർ ഡോക്ടർ ദിവ്യ SIF സ്വാഗതം ചെയ്യുന്നു. Namaskaram, Suswagatam. Welcome to the closing ceremony of the 29th International Film Festival of Kerala. നമ്മുടെ സ്വന്തം തലസ്ഥാന നഗരിക്ക് തിലകം ചാർത്തിക്കൊണ്ട് 7 അവിസ്മരണീയ നാളുകൾ, 15 തിയേറ്ററുകൾ, 177 ചിത്രങ്ങൾ, 427 സ്ക്രീനിങ്ങുകൾ, 15,000 വ്യക്തികൾ. With over 1.5 lakh footfalls, we exchanged notes, thoughts, conversations, and everything beyond what life could ever offer. Thank you everybody for making this wonderful edition of IFFK a grand success. അതിനാൽ തന്നെ ആദ്യം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സിനിമാ ആസ്വാദകർക്കും നമ്മുടെ IFFKനെ ഇത്രയും വൻ വിജയമാക്കി മാറ്റിയതിനായി ആദരപൂർവ്വം സുസ്വാഗതം ചെയ്തുകൊണ്ട് ആരംഭിക്കട്ടെ. ഇന്ന് നമ്മുടെ ഈ ചടങ്ങിന് ഉദ്ഘാടനം
കർമ്മം നിർവഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. നവകേരള ശില്പിയും ആധുനിക കേരളത്തിൻ്റെ പടനായകനുമായ ശ്രീ പിണറായി വിജയൻ അവർ ഏറെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Our beloved Chief Minister, who is an unparalleled leader in the frontiers of developing Kerala, we welcome you to this august occasion, sir. ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ നെടുന്തൂണായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളാണ്. അനുദിനവും ഓരോ നിമിഷവും നമ്മുടെ ചലച്ചിത്രമേളയ്ക്ക് വേണ്ടി എന്തെന്നില്ലാത്ത പിന്തുണയും സഹായവും സ്നേഹവും സൗഹാർദ്ദവും എല്ലാം നമുക്കായി വെച്ചു നീട്ടിയ ശ്രീ സജി ചെറിയാൻ അവരെ ഈ ചടങ്ങിലേക്ക് ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നൂതനമായിട്ടുള്ള ആശയങ്ങളെ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്ന് കേരളക്കരയ്ക്ക് പുതിയ പാഠങ്ങൾ നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ശ്രീ കെ രാജൻ അവർ. ഇന്ന് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ചടുലമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ ജനപ്രതിനിധിയെ തിരുവനന്തപുരത്തിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സായാഹ്നത്തിന്റെ താരം ഏറ്റവും അധികം കയ്യടികൾ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും വാരിക്കൂട്ടുന്ന നമ്മുടെ ഏറെ പ്രിയങ്കരിയായ കഴിവുറ്റ പ്രഗത്ഭയായ ചലച്ചിത്ര സംവിധായക പായൽ കപാടിയ. Miss Payal Kapadia is a phenomenon in the world of films today. At such a young age, it is in fact inspiring for each one of us present here to see your disarming smile and the ease with which you tackle such complicated issues and put it out on the street for us to enjoy. Thank you so much for all that you have been contributing to the film world, and we really hope to see more of you both in person and on screen in the days to come. Your presence is truly valuable to us here today. Welcome. അർമീനിയയിലെ ചലച്ചിത്ര പ്രഗത്ഭരായിട്ടുള്ള രണ്ട് വ്യക്തികൾ നമ്മുടെ ഇടയിൽ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. മിസ്റ്റർ Serge Avidikian, Armenian and French filmmaker and actor par excellence, a Cannes Award winner. It's truly an honor to have you with us here. Welcome to our midst. Miss Nora Armani, an Armenian actor and filmmaker who is widely known around the world for her socially responsible films and the film festivals that she leads. We are truly honored to have you here with us, Ms. Nora. Welcome again. IFFKയെ യാഥാർത്ഥ്യമാക്കിയ ചില വ്യക്തിത്വങ്ങൾ നമ്മോടൊപ്പം ഇന്നുണ്ട്. ഇവരുടെ മഹനീയമായിട്ടുള്ള പ്രവർത്തനവും സംഭാവനയും ഇല്ലാതെ നമുക്ക് ഈ ചലച്ചിത്രമേള ഇത്രയും മനോഹരമായി നടത്തുവാൻ സാധിക്കില്ലായിരുന്നു. അതിൽ ആദ്യം എടുത്തു പറയുന്ന വ്യക്തി the curator of the 29th IFFK, Ms. Golda Sellan. We truly appreciate every single day and moment you have spent here with your stupendous efforts towards making IFFK a success. Renowned French cinematographer and chairperson for the International Competition Jury, Ms. Agnes Goda. Thank you for identifying the excellence amongst us, and welcome to this gathering. IFFK എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ചില മുഖചിത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ
പ്രേംകുമാറും എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സംഘവും എത്ര പ്രശംസിച്ചാലും മതിവരാത്ത തരത്തിലുള്ള പ്രയത്നമാണ് ഇതിന് പിന്നിൽ ഇട്ടിട്ടുള്ളത് എന്നുള്ളത് നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ശ്രീ അജോയ് ചന്ദ്രൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ 29ാമത് IFFK. അജോയുടെ പ്രയത്നങ്ങൾക്ക് ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇവിടെ എല്ലാവരുടെയും മധ്യത്തിൽ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി 3 വ്യക്തികളുടെ പേര് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ശ്രീ കെ മധുപാൽ, ചെയർമാൻ കേരള കൾച്ചറൽ ആക്ടിവിസ്റ്റ് വെൽഫെയർ ഫണ്ട് ബോർഡ്. KSFDCയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ BS പ്രിയദർശൻ ആൻഡ് KS ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമായ ശ്രീ സോഹൻ സിംഗ. വേദിയിലിരിക്കുന്ന ഈ എല്ലാ വ്യക്തികളെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കുന്ന ഓരോ വ്യക്തിത്വത്തിനെയും നിങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്നുള്ള ഉറപ്പിന്മേൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. നമസ്കാരം. Thank you for the warm welcome to your corner, Dr. Vinaya Sayyed. ഇനി ആമുഖ ഭാഷണം നൽകുന്നതിനായി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും ഫെസ്റ്റിവൽ ഡയറക്ടറുമായ ശ്രീ പ്രേംകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി, പ്രിയപ്പെട്ട സാംസ്കാരിക മുഖ്യമന്ത്രി, നമ്മുടെ റവന്യൂ മന്ത്രി ഗിരീരംഗൻ, നമ്മുടെ ജനപ്രതിനിധികൾ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇന്ന് ഇവിടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം വാങ്ങുന്ന ദ അയൺ ലേഡി ഓഫ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കപാടിയ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ജൂറി അംഗങ്ങൾ, സദസ്സിലുള്ള പ്രിയമുള്ളവരെ, ഈ മേള ഇന്ന് സമാപിക്കുമ്പോൾ വളരെ ചാരിതാർത്ഥത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു ചലച്ചിത്ര മേളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആ മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ തന്നെയാണ്. നമ്മളിവിടെ കുറേ ജനപ്രിയമായ സിനിമകൾ അവതരിപ്പിക്കുകയാണ്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ലോകത്തിന്റെ മാറുന്ന സിനിമാ മുഖങ്ങളെ ഇവിടെ ഈ മേളയിൽ അവതരിപ്പിക്കുന്നു. ലോകത്തെ വിവിധ വിഷയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന, ലോകത്തെ വിവിധ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന അങ്ങനെയുള്ള സിനിമകളുടെ പാക്കേജുകളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ മേളയുടെ ഒരു മേളയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഈ സിനിമകൾ, അതുപോലെ സംഘാടനത്തിന്റെ പ്രത്യേകതകൾ, ഒപ്പം നമ്മൾ നൽകുന്ന പുരസ്കാരങ്ങൾ പ്രധാനമാണ്. ആ പുരസ്കാരങ്ങളുടെ നിർണയം ഏറ്റവും പ്രധാനമാണ്. അത് നിർണയിക്കുന്ന ജൂറി അംഗങ്ങൾ ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ജൂറി ചെയർപേഴ്സൺ ഈ വേളയിൽ നമ്മൾ പ്രശസ്ത ക്യാമറ വുമൺ, ഈ ലോക സിനിമയിൽ ഒരുപാട് സ്ത്രീ സാന്നിധ്യങ്ങളുണ്ട്. അത് ഏറ്റവും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തിയായിട്ടുള്ള ക്യാമറ വുമൺ ആനീസ് ഗോദാവർ എന്ന് പറയുന്ന ആ വലിയ ചലച്ചിത്ര പ്രതിനിധിയാണ് ജൂറിയുടെ ചെയർപേഴ്സൺ. ഇങ്ങനെ വിവിധ കാര്യങ്ങളിൽ ശ്രദ്ധേയമായി ഈ മേള മാറുന്നു. ഒപ്പം ഈ മേളയുടെ വലിയ സവിശേഷതയായിട്ട് പറയുന്നത് ലോക സിനിമയിൽ വലിയ സംഭാവന നൽകിയ സ്ത്രീ സാന്നിധ്യങ്ങളെ നമ്മളിവിടെ ആദരിക്കുന്നു, അടയാളപ്പെടുത്തുന്നു, അംഗീകരിക്കുന്നു. മലയാള സിനിമയിലെ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന വലിയ അഭിനേത്രികളെ നമ്മൾ ഈ വേദിയിൽ നമ്മൾ ആദരിച്ചു. ഇങ്ങനെ ഒരു സ്ത്രീപക്ഷ നിലപാടുകൂടിയുള്ള ഒരു മേളയായിട്ട് ഈ ആധാരം മാറുകയാണ്. അത് ഏറ്റവും വലിയൊരു സവിശേഷതയായി നമുക്ക് പറയാൻ പറ്റും. ഈ അവസരത്തിൽ ഒരുപാട് പേരോട് നന്ദി പറയാൻ മാത്രമാണ് ഈ ഒരു വേദി ഉപയോഗിക്കുന്നത്. ഒരുപാട് പേരോട് പറയാനുണ്ട്. ഇതൊരു ഇത്രയും വലിയൊരു സാംസ്കാരിക മേളയായി സംഘടിപ്പിക്കുമ്പോൾ അതിന് ഇത്രയും നിറഞ്ഞ പിന്തുണ നൽകുന്ന സംസ്ഥാന സർക്കാർ അത് ഏറ്റവും വലിയൊരു സാംസ്കാരിക ദൗത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആദരണീയനായ മുഖ്യമന്ത്രി ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലും ഇതിലിപ്പോ സമാപന വേദിയിലും അദ്ദേഹം സന്നിഹിതനായിരിക്കുന്നത്. ഈ മേളയുടെ വലിയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. ഈ മേള ഏറ്റവും ഒരു വലിയ ഒരു മേളയായിട്ട് ഇന്നിപ്പോ ലോകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും നമ്മുടെ ലക്ഷ്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേളയായിട്ട് ഇത് മാറ്റുക എന്നത് തന്നെയാണ്.
ഇന്നിപ്പോ കേരളം എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലും ലോകത്തിന് മാതൃകയാണ്. ലോകത്ത് ഒന്നാമതാണ്. വിദ്യാഭ്യാസ രംഗത്ത്, നമ്മുടെ ആരോഗ്യ രംഗത്ത്, സാക്ഷരതയുടെ കാര്യത്തിൽ എല്ലാം നമ്മൾ മാതൃകയാണ്. തീർച്ചയായും നമുക്ക് കഴിയും ഈ മേള, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടത്തുന്ന ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFK ഭാവിയിൽ സമീപകാല ഭാവിയിൽ തന്നെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേളയായി മാറും. അതിന് മാറ്റാൻ നമുക്ക് കഴിയും. നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഇത് തീർച്ചയായും ഈ മേള വലിയ അഭിപ്രായം ഇപ്പോൾ തന്നെ നേടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയുന്ന വിവിധ പദമാണ് അത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ മാത്രമല്ല, ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു മികവ് തന്നെയാണ് ഈ മേളയുടെ ഒരു വിജയമായിട്ട് കണക്കാക്കിയത്. ഇവിടെ നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ മേളയ്ക്ക് വളരെ ആവശ്യകരമായ ഒരുപാട് ആശയങ്ങൾ സമ്മാനിച്ച നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ ഈ അമ്മമാരെയൊക്കെ ആദരിക്കുന്ന ആ ഒരു പരിപാടിക്ക് ഗംഭീരമായിട്ടാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. മലയാള സ്ത്രീകളുടെ പിതാവ് JC ദാനിയലിന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് നമ്മുടെ സ്മൃതി ദീപം തെളിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർവ്വരെയും പ്രൊഡക്ഷൻ പോലീസ് മുതൽ പ്രൊഡ്യൂസർമാർ വരെയുള്ള എല്ലാ വ്യക്തികളെയും ആദരിക്കുകയും അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ ശിരസ് വഹിച്ചുകൊണ്ടാണ് ഈ മേള ആരംഭിച്ചത്. എല്ലാവരെയും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ്. നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്. ഈ മേളയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ചലച്ചിത്ര അക്കാദമിയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ഉൾപ്പെടെ, ഫിനാൻസ് വിഭാഗം കൈകാര്യം ചെയ്യുന്നവർ ഉൾപ്പെടെ, നമ്മുടെ ഫെസ്റ്റിവലിന്റെയും പ്രോഗ്രാമിന്റെയും ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ഉൾപ്പെടെ, ചലച്ചിത്ര അക്കാദമിയുടെ പരമോന്നത വിഭാഗമായിട്ടുള്ള ജനറൽ കൗൺസിൽ അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, എല്ലാവരെയും ഇവിടെ ഇതുമായിട്ട് സഹകരിച്ച മുഴുവൻ ചലച്ചിത്ര പ്രവർത്തകരെയും ചലച്ചിത്ര പ്രതിഭകളെയും എല്ലാവരെയും, മാധ്യമ പ്രവർത്തകർ, ഇതിൽ പിന്തുണക്കിയ മുഴുവൻ പേരെയും ഹൃദയപൂർവ്വം അവരെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മേള ഇന്ന് മുഴുവൻ തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് മുഴുവൻ അറിയിച്ചുകൊണ്ട് ഇത് ഏറ്റവും വലിയൊരു സാംസ്കാരിക ഉത്സവമാകാൻ ഇത്രയും നൽകിയ മുഴുവൻ പേരെയും ഒന്നുകൂടി ഓർത്തുകൊണ്ട് ഹൃദയപൂർവ്വം എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. Nandi, Sri Premkumar, the Honorable Minister for Culture, Sri Saji Cherian, is presiding over this closing ceremony. Adhyaksh Prasannakani, Sagam Shri. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ, കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി കെ രാജൻ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ പ്രേംകുമാർ, പ്രിയങ്കരായ DVS, IAS, വേദിയിലുള്ള ഫിലിം മേക്കർ, പായക്കുമാരി ഉൾപ്പെടെയുള്ള പ്രശസ്ത വ്യക്തികളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇതോടെ നിശ്ചയിക്കുന്നു. കഴിഞ്ഞ 7 ദിവസങ്ങളായി ലോകം ഈ തലസ്ഥാനത്തിൽ ഒരുമിച്ച് കൂടുകയും വിവിധ ലോകരാഷ്ട്രങ്ങളുടെ മനുഷ്യാവസ്ഥകൾ, ജനങ്ങൾ കടന്നുപോകുന്ന സങ്കീർണമായ ജീവിത സാഹചര്യങ്ങൾ അടുത്തറിയാനും അവരുമായി മാനസികമായി ഐക്യപ്പെടാനും ഈ മേള സഹായിച്ചു എന്നതിന് യാതൊരു സംശയമില്ല. ഇവിടെ വിശദീകരിച്ചതുപോലെ 68 രാജ്യങ്ങളിലുള്ള 177 സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. 8 ദിവസങ്ങളിലായി ആകെ 427 പ്രദർശനങ്ങൾ. ഉദ്ഘാടന സമാപന ദിവസം ഒഴികെയുള്ള റിസർവേഷൻ ദിനങ്ങൾ 85,227 ബുക്കിങ്ങുകളാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും മികച്ച സിനിമകളാണ് ഈ മേളയിൽ അവതരിപ്പിച്ചത്. മുൻനിര ചലച്ചിത്രമേളകളിൽ പ്രേക്ഷകർക്ക് നൽകിയ ചിത്രങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. കൂടാതെ നിരവധി വൈവിധ്യമാർന്ന പാക്കേജുകൾക്ക് പുറമെ അന്താരാഷ്ട്ര മത്സര വിഭാഗം, ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ വിഭാഗം മികച്ച ദൃശ്യാനുഭവങ്ങൾ പകർന്നു നൽകിയത് തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്തുള്ള പ്രതികരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രേക്ഷക വിഭാഗത്തിൽ നിന്നും പ്രദർശിപ്പിച്ച സിനിമകളുടെ മികവും എല്ലാ ഇതിൻ്റെ മേളയായിരുന്നു. 15 തിയേറ്ററുകളായിരുന്ന മേളയിൽ 13,000-ഓളം വേദികേറ്റുകൾ പങ്കെടുത്തു. ഈ മേളയിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയുടെ പിന്നണി പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, അനുബന്ധ പരിപാടിയുടെ അതിഥികൾ, ഒഫീഷ്യൽ സ്പോൺസർമാർ എന്നിവരുൾപ്പെടെ
15,000-ഓളം ആളുകളുടെ സജീവമായ സാന്നിധ്യമുണ്ടായി. വിദേശത്തു നിന്നുൾപ്പെടെ 238 ചലച്ചിത്ര പ്രവർത്തകർ അനുഭവമായി വന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും 29ാമത് രാജ്യാന്തര ചലച്ചിത്രമാണ് വൻ വിജയമായി എന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. അതുപോലെ തന്നെ മേഖലയുടെ ഭാഗമായി ഈ കോൺവെർസേഷൻ, ഓപ്പൺ ഫോറം, മീറ്റ് ദ ഡയറക്ടർ, എക്സിബിഷൻ, ഹോമേജ്, അരവിന്ദൻ സ്വാഗത പ്രഭാഷണം, ഫ്രീ മാർക്കറ്റ്, പാനൽ ഡിസ്കഷൻ തുടങ്ങിയ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ ദിവസങ്ങളെല്ലാം മാനവീയം രീതി എല്ലാ ദിവസവും മികച്ച സംഗീത പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. മൺമറന്ന ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ഹോമേജ് ചടങ്ങ് വിട്ടുപിരിഞ്ഞ എല്ലാ പ്രമുഖ വ്യക്തികളെയും ഓർത്തു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെല്ലാം അടയാളപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പ്രസിദ്ധീകരിച്ച 6 പുസ്തകങ്ങൾ ചടങ്ങിൽ പ്രകാശിപ്പിക്കുകയുണ്ടായി. മേളയുടെ മറ്റൊരു പ്രത്യേകത മുൻവർഷങ്ങളിൽ വ്യത്യസ്തമായി അനശ്വര ചലച്ചിത്ര പ്രതിഭകളായ ജെസി രാജൻ, പി കെ റോസി, സത്യൻ, പ്രേമനസ്, നെയ്യാറ്റിൻകര കോമളം എന്നിവരുടെ സ്മൃതിമണ്ഡപങ്ങളിൽ മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിലെ അനശ്വര പ്രതിഭകൾ തന്നോടുകൂടി മേരിലാൻ സ്റ്റുഡിയോയിൽ ആദരമർപ്പിച്ച് ഒരു സ്തുതി ദീപപ്രയാണം നടത്തുകയുണ്ടായി. ഡിസംബർ 12 രാവിലെ നെയ്യാറ്റിൻകരയിൽ ആരംഭിച്ച് വൈകിട്ട് 7 മണിക്ക് മാനവീയ വീതിയിലാണ് അത് അവസാനിച്ചത്. മലയാള സിനിമയുടെ ശൈശവ ദശകങ്ങൾ 80കളുടെ തുടക്കം വരെ തിരശ്ശീലയിൽ തിളങ്ങിയ 21 മുതിർന്ന നടിമാരെ ആദരിക്കുന്ന അതുവഴി മേളയുടെ പ്രത്യേകതയായിരുന്നു മറക്കിലൊരിക്കലും എന്ന ചടങ്ങ് മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ആ ചടങ്ങിൽ 21 പ്രമുഖ വ്യക്തികളാണ് പങ്കെടുത്തത്. 29ാമത് IFFK വൻ വിജയമാക്കിയ എല്ലാ കോഴ്സുകളും ചലച്ചിത്ര പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രതിസന്ധികളിലൂടെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിന് കാരണം സാമ്പത്തികമായ പ്രയാസങ്ങൾ നമുക്കുണ്ടായി. ഞാൻ ആ കാര്യം ഇവിടെ പറയാൻ കാര്യം തരേണ്ടവർ തരേണ്ട പണം തരേണ്ട സമയത്ത് കേരളത്തിൽ നിഷേധിക്കപ്പെടുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കലല്ല കേരളം ചെയ്യുന്നത്. കേരളത്തിലെ എല്ലാ മലയാളിയും ഒറ്റക്കെട്ടായി കേരളത്തോടൊപ്പം അണിനിരന്നതിന്റെ ഫലമായി അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നതിന്റെ സംശയം. അതിൽ ഞങ്ങൾക്ക് നേതൃത്വപരമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു പരിപാടി അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ, അതിന്റെ സമാപന ചടങ്ങിൽ ഇതിന്റെ എല്ലാ സംബന്ധങ്ങളും ഉപദേശം നൽകിയത് മാത്രമല്ല, ഈ മേള പ്രത്യേകിച്ച് 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു ഫെസ്റ്റിവലായി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നൽകിയ പിന്തുണയ്ക്ക് ഞാൻ ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ ആദ്യം മുതൽ അവസാനം വരെ അതിനെല്ലാം നേതൃത്വപരമായ പങ്കുവഹിച്ച ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പ്രേംകുമാറും അദ്വൈ അടക്കമുള്ള ടീം, അവരോട് ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വനിതകളെ ആദരിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ചടങ്ങ്. അത് പറയാതെ കഴിയില്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവരെ എത്തിച്ച് ആ പരിപാടി ഏറ്റവും ഭംഗിയാക്കാൻ സഹായിച്ച പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി, അതുപോലെ കൽപ്പന, പരമേശ്വരൻ, ഈ 3 പേരോടുള്ള നന്ദി കൂടി ഞാൻ പ്രത്യേകമായി അറിയിക്കുന്നു. ബാക്കി മേഖല ഇവർ 3 പേരെ പ്രത്യേകം ഇവിടെ നന്ദി അറിയിക്കുകയാണ്. ബാക്കി എല്ലാവരോടും സ്നേഹം നന്ദി അറിയിക്കുന്നു. ഈ വേള ഒരു പരിഭവമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ വിജയകരമാക്കിയത് ഈ മേളയിൽ സഹകരിച്ച കേരളത്തിലെ സിനിമാ രംഗത്തെ എല്ലാ നല്ലവരായ വ്യക്തിത്വങ്ങളാണ്. അവരോടെല്ലാം സംസ്ഥാന ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പിനുള്ള സ്നേഹവും നന്ദി ആദരവ് അറിയിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Nani, Sri Sedu Cheriyan, and now for his inaugural address, we warmly welcome the Honorable Chief Minister of Kerala, Sri Pinarayi Vijayan. സഹോദരി സഹോദരന്മാരെ, 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളത്തിൽ ഇന്ന് സമാപനമാകുന്നു. ഈ മേള എല്ലാവർക്കും ഒരു മികച്ച ദൃശ്യാനുഭവം പകർന്നുനൽകിയതുകൊണ്ട് അഭിമാനിക്കുന്നു. ഇവിടെ പ്രസ്താവിച്ചതുപോലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മേള
കൂടുതൽ ശ്രദ്ധേയമാണ്. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കപ്പെട്ടത് ഹോങ്കോങ് സംവിധായികയായ ആൻ ഹൂയിയും ഇന്ത്യൻ അഭിനേത്രിയായ ശബാന ആസിയും. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം വായൽ കപാടിയേക്കാണ് ലഭിച്ചത്. ആകെ പ്രദർശിപ്പിച്ച 177 സിനിമകളിൽ 40-ൽ പരം ചിത്രങ്ങൾ വനിതാ സംവിധായകരുടേതാണ്. മേളയിലെ സിഗ്നേച്ചർ ഫിലിമിലൂടെ ആദരിക്കപ്പെട്ടത് മലയാളത്തിലെ ആദ്യ നായികയായ PK റോസിയാണ്. സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഈ മേള ഐക്യത്തിൻ്റെയും ഒരുമയുടെയും വേദിയായി കൂടി മാറി എന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. ഈ മേളയെ വലിയ ഹിറ്റാക്കി മാറ്റിയത് ചലച്ചിത്ര ആസ്വാദകരുടെ അഭൂതപൂർവമായ പങ്കാളിത്തവും നിർലോഭമായ സഹകരണവും. നിങ്ങൾ ഓരോരുത്തരോടും സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ചലച്ചിത്രങ്ങളുമായി വന്ന് മേളയെ സമ്പന്നമാക്കിയ എല്ലാ ചലച്ചിത്ര പ്രവർത്തകരെയും അഭിനന്ദിക്കട്ടെ. മേളയുടെ ഭാഗമായുള്ള പുരസ്കാരങ്ങൾക്ക് അർഹരായ ഏവരെയും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയും ഈ മേളയിൽ നിന്നും ലഭിച്ച അംഗീകാരങ്ങളും സ്വീകാര്യതയും കൂടുതൽ മികവുറ്റ ചിത്രങ്ങളുമായി വീണ്ടും വരാൻ നിങ്ങൾക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും അവകാശങ്ങളോടൊപ്പമാണ് ഈ ചലച്ചിത്രമേള നിലകൊണ്ടത് എന്നതിന് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രങ്ങളുടെ പട്ടികയിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. ഭരണ സംവിധാനത്തിൻ്റെ അടിച്ചമർത്തലുകൾക്ക് വിധേയരായ സംവിധായകരുടെ ചിത്രങ്ങൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ജാഫർ കനേഹി തിരക്കഥയൊരുക്കിയ ദ വിറ്റ്നസ് എന്ന ചിത്രം ആ നിലയിലുള്ളതാണ്. വനിതകളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് ഉഭയമാക്കിയ സീറ്റ്സ് ഓഫ് എ സേക്രഡ് പിഗ് പോലെയുള്ള ചിത്രങ്ങളും ഈ മേളയിലുണ്ട്. ഫ്യൂ രാഷ്ട്രീയ മുഖത്തിൽ പിടിച്ച എമീലിയ പരേസ് എന്നീ ചിത്രങ്ങളും മേളയിലെ ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു. പാരിസ്ഥിതിക വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച വില്ലേജ് റോക്ക് സ്റ്റാർസ് 2 പോലെയുള്ള ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. മൂന്നാം ലോക രാജ്യങ്ങളിലെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വൈയക്തിക വിഷയങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഈ മേളയിലൂടെ കഴിഞ്ഞുവന്നതിൽ ചാരിതാർത്ഥ്യമാണ്. മേളയിലെ ഒട്ടുമിക്ക ചിത്രങ്ങളും നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നത് മേളയുടെ ജനപങ്കാളിത്തത്തിൻ്റെ തെളിവാണ്. മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങളെയും മനുഷ്യർ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ദൃഷ്ടാന്തങ്ങളായ നിരവധി ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. അത് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള പുതുതലമുറയ്ക്ക് ചലച്ചിത്രരംഗത്തേക്ക് കടന്നു വരാനുള്ള വലിയ പ്രചോദനമായി തീരുമെന്ന പ്രതീക്ഷ പങ്കുവെക്കട്ടെ. ഈ മേള വലിയ വിജയമാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സഹായിയാണ്. Thank you, Honorable Chief Minister, for the determination and vision with which you have led the stage and made the successful completion of this edition of IMFA possible. ഇനി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ
രാജനോടിനെ സമർപ്പിച്ചിരിക്കുന്നു. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി കഴിയുന്ന ആദരണീയനായ സംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജീവ് ചെറിയാൻ, ഈ വേദിയിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ച കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, വേദിയിലുള്ള മിസ് പായൽ കപാലിയ ഉൾപ്പെടെ ഈ ലോകത്തിൻ്റെ തന്നെ സിനിമാ പ്രവർത്തന രംഗത്തെ പ്രതിഭകളായിട്ടുള്ള വ്യക്തിത്വങ്ങളെ സഹോദരികളുടെ പ്രസംഗമില്ല തുടർന്നവர்கள் ശരിയായ കൊണ്ട് നടത്തി നമുക്ക് പിരിയേണ്ട ഘട്ടമായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൻ്റെ തലസ്ഥാന നഗരം കടലും കാലദേശങ്ങളും കടന്ന് അബ്രപാടികളിലെ മനോഹാരിത, അബ്രപാടികളിലെ അത്ഭുതങ്ങൾ, അബ്രപാടികളിലൂടെ കടന്നുപോയ കാലദേശങ്ങൾക്കപ്പുറത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം കണ്ടും കേട്ടും മുന്നോട്ട് പോവുകയാണ്. സിനിമയിൽ അഭിനയിക്കുകയും സിനിമ നിർമ്മിക്കുകയും സിനിമ എഴുതുകയും മാത്രമല്ല, സിനിമ കാണുകയും ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് തിരിച്ചറിവുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ധാരാളമായിട്ടുള്ള മനുഷ്യരുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം സമ്പന്നമായ യാത്രകളുണ്ട്. എത്തിച്ചേർന്ന എല്ലാവരോടും സ്നേഹപൂർവ്വം സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ അക്കാദമിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രേമേട്ടൻ പ്രേംകുമാർ സൂചിപ്പിക്കുകയായിരുന്നു. ഈ സിനിമ കാണാൻ എത്തിച്ചേർന്ന ചെറുപ്പക്കാർ സിനിമയോടൊപ്പം ഒരു മാനവികതയുടെ ഒരു അംശം കൂടി പുലർത്താനായി ഇതിന്റെ സംഘാടനം ഒരുക്കിയ രക്തദാനത്തിന്റെ മഹാക്യാമ്പയിൽ ഇവിടെ സിനിമ കാണാൻ എത്തിച്ചേർന്ന മനുഷ്യരെല്ലാം, ചെറുപ്പക്കാരെല്ലാം പങ്കാളിയാവുകയും സിനിമാ പ്രവർത്തന മാനവികതയുടെ കൈക്കൊണ്ട ഒന്നുകൂടിയാണ് ബോധ്യപ്പെടുത്തുകയും ചെയ്ത അസാമാന്യമായ അനുഭവം മേളയെ തികച്ചും വ്യത്യസ്തമാക്കി. ചൂരന്മയിലെ ദുരന്ത ഭൂമിയിലാണ് കേരളം. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ വേദനകളിൽ പങ്കാളിയായി കേരളം ഒരു മനസ്സായി, മലയാളക്കര, മലയാളത്തിൽ സ്നേഹിക്കുന്ന ലോകം മുഴുവൻ ഒരു മനസ്സായി ചൂരന്മയിലെ മനുഷ്യർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കാലത്ത് സിനിമാ പ്രവർത്തനം കേവലം ഒരു സാംസ്കാരിക പ്രവർത്തനം മാത്രമല്ല, അത് മാനവികതയുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും അടയാളമാകും കൂടിയാണ് എന്ന് തെളിയിച്ച 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ചരിത്രത്തിന്റെ ഭാഗമാകും. എല്ലാ അഭിവാദനങ്ങളും ആശംസകളും നേരുന്നു. നമസ്കാരം. നന്ദി ശ്രീ ജയരാജൻ. അടുത്തതായി 29ാമത് IFFA to honor fearless filmmakers who use cinema as a tool for social resistance. The prestigious Spirit of Cinema Award will now be presented by Shri Pinarayi Vijayan to the acclaimed filmmaker Ms. Payal Kapadia. The honor this filmmaker who is a pride of India and the Cannes Grand Prix winner. This award carries a cash prize of ₹5 lakh and a memento. Payal Kapadia is the first Indian filmmaker to win the Cannes Grand Prix for her celebrated debut feature film All We Imagine as Lives. The film is a testament to Payal's central concerns about the marginalized. Her docu-feature A Night of Knowing Nothing, born out of the 139-day student protest at the Film and Television Institute of India, Pune, won the Gold Medal for the Best Documentary at the 2021 Cannes Film Festival in the Director's Spotlight section. സിനിമയെ സമരായുധമാക്കി സമൂഹത്തിലെ അനീതികൾക്കെതിരെ പൊരുതുന്ന നിർഭയരായ ചലച്ചിത്ര പ്രവർത്തകരെ ആദരിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയതാണ് The Spirit of Cinema പുരസ്കാരം. At the 29th International Film Festival of Kerala, Ms. Payal Kapadia. We now request you to the acceptance stage, Ms. Payal Kapadia. We will do the honors first and have the speeches after that. During the festival's country focus section, we all know that every year IFFA has a country focus, and this year the spotlight was on Armenian cinema,
celebrating the centenary of Armenian filmmaking, and this special segment offers a vivid display of the country's rich cultural heritage and cinematic excellence, showcasing its remarkable journey and contributions to the world of cinema in the past 100 years. I now request the renowned Armenian filmmaker Mr. Avnikian to receive a token of our appreciation from Sri K. Rajan, Minister for Revenue and Housing. He is a renowned French-Armenian actor, director and producer celebrated for his diverse contributions to film and theatre. His short film Barking Island won the prestigious Palme d'Or for Best Short Film at the 2010 Cannes Film Festival. Avnikian directed the biographical drama on the Parajanov scandal, in which he also portrayed the iconic filmmaker Sergei Parajanov. And I now invite Armenian actor and filmmaker Ms. Nora Armani to receive a token of our appreciation from the Minister of Revenue and Housing, Sri K. Rajan, in the presence of Mr. Avnikian. Ms. Nora Armani is an actor and filmmaker. She was educated and trained in England, and as an actor appeared on stage and screen worldwide, performing in different languages. She has also directed a number of plays, a feature film and a short film. Armani is a founding artistic director of the socially relevant film festival MUTA, SRFF, which is an annual event that showcases films addressing social issues, human rights and marginalized voices. Ms. Nora Armani. ഇനി നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുരസ്കാര ദാനമാണ് ഈ വേദി നടക്കാൻ പോകുന്നത്. FFSIK മോഹൻ പുരസ്കാരം ജൂറി ആണ് ഇനി ജൂറി അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതും അതുപോലെ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതുമായി നമ്മുടെ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ഫെസ്റ്റിവൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീ സി അജോയെ ആദരവോടും ക്ഷണിക്കുന്നു. Dear delegates, the most awaited moment is here. Before we go on to the official category of awards, let us initiate the proceedings with FFSI K.R. Mohanan Award. I request the jury B.K. Joseph, media and film critic, Namrata Rao, Indian director and editor, and Alsan Kabir from Raja Shanti, Bangladesh, to come on to the stage and stand alongside the Honorable Chief Minister and Ministers before I declare the awards. Mentioned in FFSI K.R. Mohan Award, special mention of the jury goes to Fasil Muhammad for Feminist Fatima. Fasil Muhammad for Feminist Fatima. Kindly come on to the stage and receive the award from Honorable Chief Minister of Kerala, Shri Pinarayi Vijayan. Award for the best debut director from India, and the award goes to Indu Lakshmi for Appuram. I request the Honorable Chief Minister of Kerala to give away the awards. I request Indu Lakshmi to come on to the stage and receive the FFSI K.R. Mohan Award for best debut director from India.
NetPack Awards. I request the NetPack jury, Eva Galot, Gulbara Tolonshov, and Mohammed Turmok to come on to the stage and stand alongside the Honorable Chief Minister of Kerala while he give away the award. NetPack Award for the Best Malayalam Film. Here also we have a special jury mention. Kiss Wagon by Midun Murali. I request Midun to come on to the stage and receive the award from Honorable Chief Minister of Kerala. NetPack Award for the Best Malayalam Film. Best Malayalam Film. NetPack Award for the Best Malayalam Film goes to Feminist Fatima. I request the team to come on to the stage and receive the award from Honorable Chief Minister of Kerala. Now on to the NetPack Award for the Best Asian Film in Competition. And the award goes to Me, Mariam, The Children of Political Brothers by Pankaj Maheshwari. I request the team to come on to the stage and receive the award from Honorable Chief Minister of Kerala. Me, Mariam, The Children of Political Brothers by Pankaj Maheshwari for its splendid look at the film of community in a shooting unit and live performing power of cinema. Literacy Award for the Best Malayalam Film of the Debut Director. And the award goes to Sivaranjini Dev of Victoria. Produced by KSFDC. Sivaranjini Dev of Victoria. Literacy Award for the Best Malayalam
and Filmpresi Award for a Best Film in International Competition. And the award goes to Fasil Muhammad for Television. I request the team to come up and receive the award from our respective sponsors. For announcing the award, I request the curator Golda Selam to come and introduce the international jury. Namaskaram. As a chairperson, Agnes Godard, président du jury international. I call Nana Dorjadje from Georgia. Marcos Loaya from Bolivia. Michael Dovlaitan from Armenia. And Manjul Barua, India. And for the jury remarks, I request International Competition Jury Chairperson Agnes Godard to come up on the stage. It has been definitely a fantastic time here to share with my dear members of the jury, and really an honor to be invited here. You know, watching those 14 films, definitely I thought, well, if you want to get news from the world, watch films. That's the best way. And it's so fantastic. I felt it inside my jury, and I felt it here, I felt it outside, seeing people queuing to see films. So viva el cinema. Thank you. On to the International Competition Awards. As you know, the special jury mentioned for performance, and the award is being shared by two performers. Anakha Ravi playing the lead role of Other Side Apuram by Intellectual, and Chinmaya Siddhi for being an extraordinary young drummer in Rhythm of the Mam by Dev K. Kalyan. Anakha Ravi and Chinmaya Siddhi. I request the team to come on to the stage and receive the special jury mention award from Honorable Chief Minister of Kerala.
technical excellence. East of Noon by Hara El Fauzi for the perfect harmony of East of Noon by Hara El Fauzi for the perfect harmony of their regional craft of art, design, sound design and cinematography. And the jury prize in international competition awards it again goes to Fasil Muhammad. Now, Rajata Chagoram for the best debut director. For the director duo, Christopher Leon and Joaquin Cosna for Hyperboreans. The best debut director award and cash prize of rupees 3 lakhs to the first director goes to Christopher Leon and Joaquin Cosna for Hyperborean. Rajata Chagoram for the best director. Farshad Hashimi for me, my name and the children and Pravisi Chadros. I request representatives to come on to the stage and receive the award. Best film. And the award goes to Maru by Pedro Freire. The Golden Globe presents the award with a cash prize of 20 lakh for the best feature film. To be shared equally between the director and producer. Award of 29th IFFK. And the award goes to Feminici Fatima.
one it has been for Feminist Fatima Mahati. Congratulations. The Honorable Chief Minister is now taking the stage. And with deep respect and admiration, I would now like to invite Ms. Payal Kapadia for her acceptance speech, the moment you've all been waiting for. Thank you all. Thank you to the Honorable Chief Minister of Kerala for giving me this award. All my actors got already an award from him, so I was feeling a bit left out. Today I'm happy. Thank you very much, Honorable. Thank you to the chairman of the Chalachitra Academy and other dignitaries on the dais. And most importantly, to all of you who came to watch our movies at this festival. I think we will let the feminist Fatima team settle. On stage, joined by Ms. Mana Jodaksen, Marcos Noadza, Mikhail Dolokian, and Monjo Bello. Can we have you all back on stage one more time? And I request the Honorable Minister of Culture, Sri Seti Cherian, to present a token of our appreciation to the members of the IFK jury. Ladies and gentlemen, all the awards and accolades that we just gave away, they were zeroed in by the effort of these stellar filmmakers, people who absolutely love to create meaningful cinema, and it's an honor for IFK that when the members. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.